കളി വീണ്ടും മുറുകുകയാണ്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ അതിജീവനത്തിൻ്റെ കഥ. യുദ്ധഭൂമിയിൽ നിന്ന് വന്ന ആ കൊച്ചു മാന്ത്രികൻ ബോംബുകൾക്ക് നടുവിൽ നിന്ന് ലോക കിരീടത്തിൻ്റെ അരികിലേക്ക്. സ്വന്തം മുത്തച്ഛനെ വെടിവെച്ചു കൊന്ന അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് അവൻ ചരിത്രമെഴുതി. മുത്തച്ഛനെ ശത്രുക്കൾ വെടിവെച്ച് കൊല്ലുന്നത് കാണേണ്ടി വന്ന ആ 6 വയസ്സുകാരൻ. അവനാണ് ഇന്ന് ലോക ഫുട്ബോളിൻ്റെ നെറുകയിൽ സിംഹാസനം തീർത്ത ക്രൊയേഷ്യയുടെ ഒരേ ഒരു രാജാവ്, ലൂക്ക മോഡ്രിച്ച്. ഹലോ ഹായ്, ഞാൻ സുഭിക്ഷ എൽ ഡൊറാഡോ. കാൽപന്ത് കളിയിലെ ഇതിഹാസങ്ങളെക്കുറിച്ചാണ് ഈ ആഴ്ച ഞാൻ പറയുന്ന സ്റ്റോറി. മുൻപത്തെ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക, പേജ് ഫോളോ ചെയ്യുക, തുടർന്നുള്ള വീഡിയോകളും കാണാൻ മറക്കല്ലേ. പ്രതിസന്ധികളെ കാൽക്കരുത്തുകൊണ്ട് തകർത്തെറിഞ്ഞ് ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളറായി മാറിയ ക്രൊയേഷ്യൻ സിംഹം ലൂക്ക മോഡ്രിച്ചിൻ്റെ കഥ. നമ്മളിൽ പലരും സൗകര്യങ്ങൾ പോരാ എന്ന് പറഞ്ഞ് വീട്ടുകാരുടെ മുന്നിലും വിധിക്ക് മുന്നിലും പരാതി പറയാറുണ്ട്. എന്നാൽ തലയ്ക്ക് മുന്നിൽ ബോംബുകൾ വർഷിക്കുമ്പോഴും സ്വന്തം ജീവന് വേണ്ടി ഓടുന്നതിനിടയിലും സ്വപ്നങ്ങളെ കൈവിടാത്ത ചിലരുണ്ട്. ഇത് കാൽപന്ത് കളിയിലെ ഏറ്റവും അതിജീവനത്തിൻ്റെ കഥയാണ്. 90കളിലെ ക്രൊയേഷ്യൻ ആഭ്യന്തര യുദ്ധത്തിൻ്റെ കാലം. ലൂക്കയ്ക്കന്ന് വെറും 6 വയസ്സ്. ഒരു ദിവസം ആടുകളെ മേയ്ക്കാൻ പോയ അവൻ്റെ പ്രിയപ്പെട്ട മുത്തശ്ശനെ ശത്രുക്കൾ അവൻ്റെ കൺമുന്നിൽ വെച്ച് അതിക്രൂരമായി വെടിവെച്ചു കൊന്നു. ഒന്ന് ഓർത്തു നോക്കൂ, 6 വയസ്സുള്ളൊരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സ് തകർന്ന നിമിഷം. അവൻ്റെ വീട് ശത്രുക്കൾ ചുട്ടരിച്ചതോടെ ജീവനും കൊണ്ട് ആ കുടുംബം ഒരു അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഓടി. പട്ടിണിയും മരണഭയം നിറഞ്ഞ ആ ഹോട്ടൽ ക്യാമ്പും. ഏതു നിമിഷവും ബോംബ് വന്നു വീഴാം. മൈതാനത്തെ വെടിയൊച്ചകളേക്കാൾ ഉച്ചത്തിൽ അവൻ പന്ത് തട്ടി. അവൻ കളിക്കുമ്പോൾ ബോംബ് വീഴുന്ന ശബ്ദം കേട്ടാൽ ക്യാമ്പ് ജീവനക്കാരൻ വിളിച്ചു പറയുമായിരുന്നു, ലൂക്ക ഓടൂ, ബങ്കറിനുള്ളിലേക്ക് ഒളിക്കൂ. തൻ്റെയും കുടുംബത്തിൻ്റെയും മരണഭീതിയോടുകൂടെ അവൻ ആ നാട്ടിൽ ജീവിച്ചു. ബോംബുകൾക്കിടയിൽ അതിജീവിച്ച് അവൻ വളർന്നു. അപ്പോഴും പ്രതിസന്ധികൾ അവനെ വിട്ടില്ല. അവൻ ഭയങ്കര മെലിഞ്ഞവനായിരുന്നു. ഇത്രയും ചെറിയ ശരീരമുള്ള നിനക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പല പ്രാദേശിക ക്ലബ്ബുകളും അവനെ പരിഹസിച്ച് ഇറക്കി വിട്ടു. പക്ഷേ തന്നെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നിലേക്ക് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു. ഡൈനാമോ സാഗ്രേബിലൂടെ കളി തുടങ്ങി. ടോട്ടനമിൽ തിളങ്ങി. ഒടുവിൽ റയൽ മാഡ്രിഡ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്ലബിലേക്ക് അവൻ നടന്നു കയറി. കാൽക്കുഴ കൊണ്ട് മാന്ത്രികത തീർക്കുന്ന ഔട്ട്ലെറ്റ് പാസുകളിലൂടെ അവൻ ലോകത്തെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായി മാറി. റയൽ മാഡ്രിഡിലെത്തിയ ആദ്യത്തെ വർഷം മാധ്യമങ്ങൾ അവനെ ഏറ്റവും മോശം സൈനിങ് എന്ന് എഴുതിത്തള്ളി. 2012 ലൂക്ക മോഡ്രിച്ച് റയൽ മാഡ്രിഡിലേക്ക് മാറിയപ്പോൾ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഒരു പോൾ നടത്തിയിരുന്നു. അതിൽ റയൽ മാഡ്രിഡ് ചരിത്രത്തിലെ ഏറ്റവും മോശം സൈനിങ് ആയി ആളുകൾ തിരഞ്ഞെടുത്തത് മോഡ്രിച്ചിനെയായിരുന്നു. എന്നാൽ അതേ മാധ്യമങ്ങളുടെയും കാണികളുടെയും മുന്നിലൂടെ 2018 ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ബാലൻ ഡിയോർ പുരസ്കാരം വാങ്ങി മോഡ്രിച്ച് നടന്നു നീങ്ങി. പ്രായം 30 കടന്നപ്പോൾ ഇനി മോഡ്രിച്ചിൻ്റെ കളി തീർന്നു എന്ന് പറഞ്ഞ് വിമർശകർ അവനെ ബെഞ്ചിലിരുത്താൻ നോക്കി. വിധിക്ക് മുന്നിൽ തോൽക്കാൻ ആ യുദ്ധബാധിതൻ തയ്യാറല്ലായിരുന്നു. മെസ്സിയും റൊണാൾഡോയും മാത്രം വാണിരുന്ന ആ സുവർണ സിംഹാസനത്തിലേക്ക് 2018 ഏറ്റവും മികച്ച താരത്തിനുള്ള ബാലൻ ഡിയോർ പുരസ്കാരം വാങ്ങി അവൻ നടന്നു കയറി. ഒരു ചെറിയ രാജ്യമായ ക്രൊയേഷ്യയെ തൻ്റെ തോളിലേറ്റി ലോകകപ്പിൻ്റെ ഫൈനലിലും സെമിയിലും എത്തിച്ചപ്പോൾ ലോകം എഴുന്നേറ്റ് നിന്ന് ചെറിയ മനുഷ്യനെ കൈയടിച്ചു. യുദ്ധകളത്തിൽ നിന്ന് വന്നവനെ തോൽപ്പിക്കാൻ ഈ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല. നമ്മുടെ ചുറ്റിലുമുള്ള സാഹചര്യങ്ങൾ എത്ര മോശമാണെങ്കിലും ലോകം നിങ്ങളെ എത്ര തള്ളിക്കളഞ്ഞാലും ഓർക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടുക. തീർച്ചയായും വിജയം നിങ്ങളുടെ കാൽക്കൽ വന്ന് വീഴും. ലൂക്ക മോഡ്രിച്ചിനെ കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൂക്കയുടെ ഫാൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പവർ ഫയറായിട്ട് കമൻറ്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അറിവുകൾ അവസാനിക്കുന്നില്ല, കഥകളും പുതിയൊരു അധ്യായവുമായി ഞാൻ വീണ്ടും വരും. സൈനിങ് ഓഫ് സുഭിക്ഷ എൽ ഡൊറാഡോ.